അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പൊ കഴിഞ്ഞ ലേറ്റസ്റ്റ് കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കേട്ടറ്റ് കാറ്റഗറി 4 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം പെഡഗോജി എന്ന് പറയുന്നത് കേട്ടറ്റില് ഏറ്റവും അധികം ചോദ്യം ഒരേ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് പെഡഗോജിയിൽ നിന്നാണ്. ഇപ്പോ ലിറ്ററേച്ചർ എന്നാണെങ്കിൽ ജാഹിലി കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിൽ നിന്ന് മാത്രം 30 ചോദ്യം നമുക്ക് കാണാൻ കഴിയില്ല. ബലാഗിന്ന് മാത്രം കാണൂല, നഹ്വിന്ന് കാണൂല. പക്ഷെ പെഡഗോജി ഒരേ ഏരിയന്ന് 30 ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണിത്. വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. പല ആളുകൾക്കും മാർക്ക് പോകുന്ന ഒരു ഏരിയ കൂടിയാണ് പെഡഗോജി. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് നമുക്ക് എങ്ങനെയാണ് ഇത് വന്നത് നോക്കാം. ഇപ്പൊ ഒരു ട്രെൻഡ് അനുസരിച്ച്, ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നതിലും കൂടുതൽ ഡീപ്പായിട്ടുള്ളതും അതുപോലെ തന്നെ ഹൈ സ്റ്റാൻഡേർഡ് നിലവാരം പുലർത്തുന്നതുമായുള്ള ചോദ്യങ്ങളാണ് പെഡഗോജിയിൽ കേട്ടറ്റിന് കാണാറുള്ളത്. ചോദ്യകർത്താക്കൾ അവരുടെ ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് തെളിയിക്കാൻ ചെയ്യുന്നത് പോലെ പെഡഗോജിയുടെ ക്വസ്റ്റ്യനുകൾ വളരെയധികം ടഫായിട്ട് ഇടുന്ന ഒരു പ്രവണത കുറച്ചു കാലമായിട്ട് കേട്ടറ്റിൽ കാണുന്നുണ്ട്. ഈ പേപ്പർ അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ടഫുള്ള പേപ്പർ തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ഇതിന്റെ കൂടെ ചാറ്റ് ബോക്സിന്റെ അകത്ത്, കമന്റ് ബോക്സിന്റെ അകത്ത് ആൻസറുകൾ എഴുതിയിടണം. നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ചോദ്യം ശരിക്കും വായിക്കുക, 4 ഓപ്ഷനും വായിക്കുക, എന്നിട്ട് ആൻസർ ഇടുക. ഒരു 10 പേരൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. എ ബി ഡി ഇവിടെ നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, എയും ബിയും ഡിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, സിയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, എന്താണ് ലൈസത്ത് മിൻ ഫവാഇദി അൽ വസാഇൽ തഅലീമിയ്യ അൽ ഹദീസ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, പെഡഗോജിന്റെ വിഷയത്തില് ചോദ്യം വായിച്ചു നോക്കിയിട്ട് അതിന്റെ തുടക്കത്തിൽ നെഗറ്റീവ് സെന്റൻസിന്റെ ചിഹ്നം കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വട്ടടുക, എന്നിട്ട് ബാക്കി വായിക്കാൻ പോവാം. ലൈസ, മാലായുലഇമു, മാഹറജ, അല്ലാത്തത്, പെടാത്തത്, യോജിക്കാത്തത്, ഇങ്ങനത്തെ സാധനങ്ങൾ ക്വസ്റ്റ്യന്റെ മുമ്പിൽ കണ്ട ആദ്യം അതിനൊരു വട്ടട്ടെക്കുക, ഇനി ബാക്കി വായിക്കാം. ലൈസത്ത് മിൻ ഫവാഇദി അൽ വസാഇൽ തഅലീമിയ അൽ ഹദീസ. വസാഇൽ തഅലീമിയ അൽ ഹദീസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആധുനികമായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്, ആധുനിക ടീച്ചിങ് എയ്ഡുകളുടെ ഫവായിദ്, ഉപയോഗങ്ങളിൽ ലൈസത്ത് അല്ലാത്ത. അപ്പൊ ആധുനിക ടീച്ചിങ് എയ്ഡിന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ജഅല അൽ അമലിയ അക്സർ മലൽ, മുസാഅദത്തുൽ മുഅല്ലിമീൻ ഫി തദ്രീസ്, തഹ്ലീറു തുല്ലാബ്, മുസാഅദത്തു അസ്ഹാബുൽ ഹുമം. ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മുസാഅദത്തു അസ്ഹാബുൽ ഹുമം, എന്താ മുസാഅദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെൽപ്പ് ആണ് അല്ലെ, ഹെൽപ്പ് ചെയ്യാറെ. അസ്ഹാബുൽ ഹുമം, ഈ ഹമ്മം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡൗട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ തഹ്ലീറു തുല്ലാബ്, കുട്ടികൾക്ക് ഒരു പ്രസൻസ്, മൈൻഡിന്റെ പ്രസൻസ് കിട്ടുക. കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു താല്പര്യം, ആ ക്ലാസ്സിൽ പ്രസൻസ് കിട്ടുക. മുസാഅത്തുൽ മുഅല്ലിമീൻ ഫി തദ്രീസ്, ടീച്ചേഴ്സിനെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യുക. ജഅലൽ അമലിയ അക്സർ മലൽ, ഈ ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ അത് ആക്കുന്നു. ജഅല എന്ന് പറഞ്ഞാൽ ആക്കുക എന്നർത്ഥം. അക്സർ മലൽ, ഭയങ്കര മടുപ്പ്, നല്ല മടുപ്പുള്ളതാക്കുന്നു. നിങ്ങൾ ഉത്തരം പറയും ഏതാണ്? നിങ്ങൾ ഉത്തരം പറയും ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ആധുനിക ടീച്ചിങ് എയ്ഡിന്റെ ഗുണത്തിൽ പെടാത്തത്. ഇപ്പൊ എല്ലാവരും പറയുന്നത്, ഇതുവരെ ഡിയും സിയും ബിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എവിടെ കുഴപ്പം? അറിയാത്തതല്ല, ചോദ്യം ശരിക്കും വായിച്ചു നോക്കാത്ത. മുസാഅദ് അസ്ഹാബുൽ ഹുമം എന്ന് പറയുമ്പോൾ ഡൗട്ടാണ് എന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇതിവിടെ തെറ്റും. എന്ന് വെച്ചാൽ ഡൗട്ട് ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. നല്ല വീഡിയോയും ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഡൗട്ട് പോകും. അത് അതിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ്. കുട്ടികളുടെ പ്രസൻസ്, അത് അതിന്റെ ഗുണത്തിൽ പെട്ടതാണ്. അധ്യാപകരെ പഠിപ്പിക്കാൻ സഹായിക്കില്ല, അതും ഇതിന്റെ ഗുണത്തിൽ പെട്ടതാണ്. പഠനം മടുപ്പുള്ളതാക്കുക എന്ന് പറയുന്നത് ടീച്ചിങ് എയ്ഡിന്റെ ഉപയോഗമാണോ? ആണോ? അല്ല. അപ്പൊ ഏതാണ്? അതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ലേസൊക്കെ ഒരു വട്ടടണം എന്ന് പറഞ്ഞത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് 30 ചോദ്യം നമുക്ക് പോവാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. അടുത്ത ചോദ്യം ശരിക്കും വായിച്ചു നോക്കാം. യെസ്, വെരി ഗുഡ്. ആൻസേഴ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്. എ പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ, 2 പേര് സി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയും സിക്കും മാത്രമേ ആളുള്ളൂ, ബിയും ഡിയും ഒന്നും ആരുമില്ലേ? ഒരാള് ബി പറഞ്ഞിട്ടുണ്ട്.
ആ രണ്ടാള് മൂന്നാള് സി പറഞ്ഞിട്ടുണ്ട്, രണ്ടാള് ബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവരും തുല്യാണ്. ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി. ഇപ്പൊ ദയ ബിയാ സിയാ ഡിയാ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് എല്ലായിടത്തും ഫോളോ ചെയ്യണം. ലാ തസിഹു, കണ്ടു വട്ടട്ടു. ലാ തസിഹു എന്ന് പറയുന്ന അർത്ഥം ശരിയാവാത്തത് നെഗറ്റീവാണ്. തഖ്വീമുൽ മുസ്തമിർ. തഖ്വീമുൽ മുസ്തമിർ എന്ന് പറഞ്ഞാൽ സിഇ ആണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. സി മാർക്ക് ഇടൂല നമ്മൾ ആ സാധനം തന്നെ. കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ പ്രത്യേകതകളിൽ ശരിയാവാത്തത്, അതിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, യുറക്കിസു അല സുലൂക്കുൽ മുതഅല്ലിം. ഒരു വിദ്യാർത്ഥിയുടെ ബിഹേവിയറിനെ അത് ഫോക്കസ് ചെയ്യുന്നു. ഇറ്റ് ഫോക്കസ് ഓൺ ബിഹേവിയർ ഓഫ് എ സ്റ്റുഡന്റ്. ഒരു വിദ്യാർത്ഥിയുടെ ബിഹേവിയറിനെ അത് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യഹ്മലു അല മഹാറത്തിൽ മുതഅല്ലിം. ഒരു വിദ്യാർത്ഥിയുടെ സ്കില്ലിനെ അത് യഹ്മലു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവഗണിക്കുക എന്നാണ്. ഈ വാക്ക് അറിയാത്തവരൊക്കെ എയും ബിയും സിയോ എയും ഡിയോ സിയോ ഒക്കെ കൊണ്ടുപോയി കുത്തും. യുറാഇ ശഖ്സിയത്തു താലിബ്. വിദ്യാർത്ഥിയുടെ ക്യാരക്ടറിനെ അത് പരിഗണിക്കുന്നു. അതേപോലെ തന്നെ യുറാഇ നഫ്സിയത്തു താലിബ്, ഒരു കുട്ടിയുടെ മനസ്സിനെ, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യുന്നു, അത് പരിഗണിക്കുന്നു. ടി മാർക്ക് നമ്മൾ കുട്ടിയുടെ ബിഹേവിയർ നോക്കിയിട്ട് കൊടുക്കൂലേ സി മാർക്ക്. ടി മാർക്ക് ടിഇ ടേം ഇവാലുവേഷന് കുട്ടി പരീക്ഷയ്ക്ക് എഴുതിണ്ടാക്കുന്ന മാർക്ക്. സി മാർക്ക് നമ്മൾ അധ്യാപകർ കൊടുക്കുന്ന മാർക്ക്. കുട്ടിന്റെ ബിഹേവിയർ നോക്കും, കുട്ടിന്റെ ക്യാരക്ടർ നോക്കും, കുട്ടിന്റെ പേഴ്സണാലിറ്റി നോക്കും. കുട്ടിയുടെ സ്കില്ലിനെ അവഗണിക്കുന്നു എന്ന് പറയുന്ന സാധനം ഇവിടെ ശരിയാവോ? ശരിയാവൂല. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. അതാ പറഞ്ഞത് ലാ തസിഹു, ശരിയാവാത്തത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോ. യെസ്, നോക്കൂ. യസ്തമിലു കിതാബുൽ മുഅല്ലിം ബി ഡാഷ് അല്ലെ? ആൻസേഴ്സ് എന്തൊക്കെയാ വന്ന് നോക്കട്ടെ. ഡി ആണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. തൗജീഹു ആം ലിൽ മുഅല്ലിം. ഇവിടെ ലായ് ഒന്നുമില്ല, അപ്പൊ അവിടെ വട്ടിടാനൊന്നുമില്ല. യസ്തമിലു കിതാബുൽ മുഅല്ലിം, ഒരു അധ്യാപകൻ. കിതാബുൽ മുഅല്ലിം എന്ന് പറയുന്നത് ഹാൻഡ് ബുക്കാണ്. ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിനാണ് കിതാബുൽ മുഅല്ലിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് തൗജീഹുൻ ആം ലിൽ മുഅല്ലിം, അത് അധ്യാപകനൊരു മാർഗനിർദ്ദേശമാണ്. അധ്യാപകനുള്ള മാർഗനിർദ്ദേശം. തൗജീഹു ഫി ഇദാറത്തിൽ മദ്രസ, സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷനുള്ള മാർഗനിർദ്ദേശം. തൗജീഹു ഫി ഇദാറത്തി സൊഫ്, ക്ലാസ് റൂം മാനേജ്മെന്റിനുള്ള മാർഗനിർദ്ദേശം. അൽ അവ്വൽ വസാലിസ്മാൻ, 1 ഉം 3 ഉം. ഇതിലേതെങ്കിലും വരിക? ഏതാണ്? ഒക്കെ പറഞ്ഞ ശരിയാണ്. അവ്വൽ വസാലിസ്മാനാണ്. അധ്യാപകനുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിന്റെ അകത്തുണ്ടാകും. ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. പക്ഷെ സ്കൂൾ എങ്ങനെ കൊണ്ടുപോകേണ്ടത് ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഉണ്ടാവോ? സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കണം, സ്കൂളിന്റെ സംഗതികൾ ഹാൻഡ് ബുക്കിൽ ഉണ്ടാവോ? അത് അധ്യാപകനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് ഉണ്ടാവില്ല. അപ്പൊ ഈ ബി അതിന്റെ അകത്ത് പെടൂല. അപ്പൊ അൽ അവ്വൽ വസാലിസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, ചോദ്യം ഇതാണ്. ലൈസത്ത് മിൻ മഹാറത്ത് തഹദ്ദുസ്. ഞാൻ പറഞ്ഞ സാധനം ഇവിടെ വീണ്ടും അതേപോലെ ശ്രദ്ധിക്കുക. ലൈസത്ത് വട്ടട്ടു. ലൈസത്ത് അല്ലാത്തത്, മിൻ മഹാറത്ത് തഹദ്ദുസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാംഗ്വേജ് സ്കില്ലിന്റെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാമത്തെ ലാംഗ്വേജ് സ്കില്ല് LSRW രണ്ടാമത്തെ സ്പീക്കിങ്ങിന്റെ സ്കില്ലിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നുതുഖുൽ അസ്വാത്തു സഹീഹൻ, ശരിയായ രൂപത്തിൽ സൗണ്ട് ഉച്ചരിക്കുക. ഇസ്തിഖ്ദാമു അൽഫാദുൽ മുഅഖദ, അത്തംയീജുൽ അസ്വാത്തുൽ മുതശാബിഹയാണ് കേട്ടോ. ഇസ്തിഖ്ദാമുൽ ഇശാഅത്ത് വൽ ഈമാഅത്ത്. ഇസ്തിഖ്ദാമു അൽഫാദുൽ മുഅഖദ. കുറെ ആള് ഡി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ തലമണ്ട അപ്പൊ ശരിയായിട്ട്. ഇസ്തിഖ്ദാമു അൽഫാദുൽ മുഅഖദ. അൽഫാദുൽ മുഅഖദ എന്ന് പറയുമ്പോ കെട്ടുപിഴഞ്ഞ ടഫായിട്ടുള്ള, ഒരു മനുഷ്യന് മനസ്സിലാവാത്ത കോലത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അത്തംയീസു ബൈന അൽ അസ്വാത്തുൽ മുതശാബിഹ, ഒരേപോലെ പരസ്പരം സാദൃശ്യമുള്ള സൗണ്ടുകളെ ഇടയിൽ വേർതിരിക്കുക. ഔസു ബില്ലാഹി, ഔസു സു, ദാലും സായും ഒക്കെ ഒരേമാതിരി പറയാ, അത് പറ്റൂല. അങ്ങനെ അത് വേർതിരിക്കുക. ഇസ്തിഖ്ദാമുൽ ഇഷാറാത്ത് വൽ ഇമാഅത്ത്, സൂചനകള്, ഇമാഅത്ത്, ആംഗ്യങ്ങൾ, ജസ്റ്റേഴ്സ്, അതൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുക.
ഇതില് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ രൂപത്തിൽ ഒച്ച ഉണ്ടാക്കണ്ടേ, സൗണ്ട് ശരിയായ രൂപത്തിൽ ഉച്ചരിക്കണ്ടേ, അത് അതിന്റെ പെട്ട സ്കില്ലല്ലേ? സ്കില്ലാണ് അല്ലേ? ഒരേ മരക്കത്തെ അക്ഷരങ്ങൾ തമ്മിൽ സൗണ്ടുകൾ പറയുമ്പോൾ അത് വേർതിരിച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറയണ്ടേ? വേണ്ടേ? വേണ്ടേ? വേണം. ഇസ്തിഖ്ദാം ഇഷാറത്ത് വൽ ഇമാത്ത്, സൂചനകളും ആംഗ്യങ്ങളും ഒക്കെ കാട്ടുമ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ തോന്നൂലേ? അപ്പൊ നല്ല സ്പീക്കിങ്ങിന്റെ സ്കിൽ തന്നെയല്ലേ അതും? അതാണ്. പക്ഷെ ഒരു മനുഷ്യനും തിരിയാത്ത കോലത്തിൽ കെട്ടുപിണഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് സ്പീക്കിങ്ങിന്റെ സ്കില്ലാണോ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അല്ല. ഇവിടെ അല്ലാത്ത ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി, ഇസ്തിഖ്ദാം അൽഫാദുൽ മുഅഖദ. മനസ്സിലാവുണ്ടോ? ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റണം. ഈ മുഅഖദ എന്നുള്ള വാക്കൊക്കെ എത്രയോ വട്ടം ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ടഫായിട്ടുള്ള, കെട്ടുപിണഞ്ഞിട്ടുള്ള, അല്ലെ? അക്കത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അമീൻ ശരി നഫാസാദിഫുല്ലഖദ് കേട്ടിട്ടില്ലേ? അമീൻ ശരി നഫാസാദിഫുല്ലഖദ്. കെട്ടുകളിൽ ഊതുന്നാന്ന് പറയില്ലേ? കെട്ടുപിണഞ്ഞത് എന്നാണ് അർത്ഥം. കെട്ടുപിണഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക, ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഉപയോഗിക്കുക, അത് സ്പീക്കിംഗ് സ്കില്ലിൽ പെട്ടതല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ആൻസേഴ്സ് വരട്ടെ. യെസ് യെസ്, സി പറയുന്നവരുണ്ട്, ഡി പറയുന്നവരുണ്ട്. സി ഉണ്ട്, ഡി ഉണ്ട്. ഡി ആണ് ഒരുപാട് പേര് പറയണത്. അത് നമ്മളൊരു ട്രെൻഡ് ആണല്ലേ? ജമീമാവിക്ക് കണ്ടാ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആരൊക്കെ ചെയ്യലുണ്ട്? ജമീമാവിക്കറെ കണ്ടാണ് ചാടി അറ്റാക്ക് ചെയ്യും. നോക്കാം നമുക്ക്. ഓക്കെ. പിന്നെ ഇത്തിസാൽ, അതൊരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ ഇനങ്ങളിൽ പെട്ടതാണ്. അൽ മുർസിൽ ഹുവ നഫ്സുഹു വൽ മുസ്തഖ്ബിൽ. അൽ മുർസിൽ എന്ന് പറയുമ്പോൾ സെൻഡർ എന്ന് വെച്ചാൽ ആ മെസ്സേജ് പറയുന്ന ആൾ, ആ സംസാരിക്കുന്ന വ്യക്തി. ഹുവ നഫ്സുഹു വൽ മുസ്തഖ്ബിൽ, അയാള് തന്നെയാണ് റിസീവർ. ഞാൻ പറയാ, ഞാൻ തന്നെ കേൾക്കുക. അൽ മുർസൽ, സെൻഡ് ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ ആ മെസ്സേജ് പറയുന്ന ആൾ. ഹുവ നഫ്സുഹുൽ മുസ്തഖ്ബിൽ, അയാൾ തന്നെയാണ് കേൾക്കുന്ന ആളും. ഇതിന് പറയുന്ന പേരെന്താണ് എന്നാണ്. ഇത്തിസാൽ ഷഖ്സി, എന്താണ്? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത്തിസാൽ സനാഇ, ബൈനറി കമ്മ്യൂണിക്കേഷൻ. ഇത്തിസാൽ സാത്തി, സെൽഫ് കമ്മ്യൂണിക്കേഷൻ. ജമിഉ മാ ദുക്കിറ, ഓൾ ഓഫ് ദി അബവ്. എവിടെ ഡി പറഞ്ഞ പോലൊക്കെ ജമിഉ മാ ദുക്കിറിന്റെ ആൾക്കാര് എന്താ കാട്ടണ്ടു? തല്ല വേണ്ടു, കൊല്ല വേണ്ടു. ഈ പറഞ്ഞ 4 സാധനം, ഈ മൂന്ന് ടൈപ്പ് സാധനല്ലേ? അതെങ്ങനെയാ ജമിഉ മാ ദുക്കിറാവുക? ജമിഉ മാ ദുക്കിറാവോ? ഏതാണ് ആൻസർ? ഇത്തിസാലു ദാത്തി എന്നതാണ്. സെൽഫ്, സ്വന്തം. ഷഖ്സി പറയുമ്പോൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത ആളുകളുമായിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇത്തിസാൽ ഷഖ്സി. സനാഇ എന്ന് പറയുമ്പോൾ ബൈനറി ആണ്, 2 ആളുകൾക്കിടയിലുള്ളതാണ്. ഇത്തിസാൽ ദാത്തി എന്ന് പറയുമ്പോഴാണ് സെൽഫ്, സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ലോജിക്കാണ് ഇവിടെ വേണ്ടത്. സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അന്തം അറിയില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നത്, ഒറ്റയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പറയണമെന്ന് തന്നെ കേൾക്കുകയാണെങ്കിൽ അത് എന്താണ്? പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒന്നാണ്. അത് ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ സ്വന്തം വർത്താനം പറയാന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പിന്നെന്താ അതൊക്കെ ഇങ്ങനെ തെറ്റിപ്പോണത്? നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാത്തോണ്ടാ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ആ ഒരു മാർഗം കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാൻ തന്നെ ഉള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് പ്യുവർ ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് കുറെ ടൈം കളയാനില്ല. തഅല്ലുമുൽ ഇഫ്തിറാളി എന്നതിന് ഉപയോഗിക്കുന്ന ടേം എന്താണ് എന്നുള്ളതാണ്. അത് എന്താണ്? വിർച്വൽ ലേണിംഗ് ആണ്. വിർച്വൽ ലേണിംഗ് എന്ന് വെച്ചാൽ നെറ്റിലൂടെ പഠിക്കുന്നതിനാണ് അത് പറയുന്നത്, വിർച്വൽ ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ഇഖ്തർ അൽ അസഹ് അൻ തഖ്തീത് ദുറൂസുൽ യൗമിയ. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. ഇഖ്തർ അൽ അസഹ്, ഏറ്റവും ശരിയായത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏറ്റവും ശരിയായത് കേട്ടോ, അസഹാണ്, സഹീഹ് അല്ല, അസഹ്. ഏറ്റവും ശരിയായത്, മോസ്റ്റ് സ്യൂട്ടബിൾ. ആൻഡ് തഖ്തീത് ദുറൂസുൽ യൗമിയ, ഡെയിലി ലെസൺ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ദിവസം ക്ലാസ് എടുക്കാനുള്ള പ്ലാനിങ്, ഡെയിലി ലെസൺ പ്ലാൻ. അതിന്റെ പ്രത്യേകത ത്വവീലത്തുൽ മദ, എന്താണ്? ലോങ് ടൈം. ഈ മദ എന്നുള്ള വാക്ക് കാണുമ്പോൾ മനസ്സിലാക്കണം ടൈം പീരീഡ് ആണ്, സമയം, കുറെ കാലമുള്ളതാണ്. ഖസീറത്തുൽ മദ, ഷോർട്ട് ടൈം പീരീഡ്, കുറഞ്ഞ സമയത്തിനുള്ളതാണ്. മുത്തവസിത്തുൽ മദ, ഒരു മീഡിയം ടൈം പീരീഡ്, ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ളതാണ്. ജമിഉ മാ ദുക്കിറ, ഓൾ ഓഫ് ദി അബവ്.
ഇവിടെ കോൾ ഓഫ് ദി അബോ പറഞ്ഞാലുണ്ടല്ലോ. ഇതിലെപ്പാലും ഓൾ ഓഫ് ദി അബോ പറഞ്ഞേക്കണോ? ആരും പറഞ്ഞിട്ടില്ല അല്ലെ? യെസ്. അപ്പോ ഡെയിലി ലെസൺ പ്ലാന് വെച്ചാൽ ദിവസം നമ്മൾ ഒരു ദിവസം ഒരു പീരീഡ് ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകണതിനാണ് ദുറൂസുൽ യൗമിയ്യ തഖ്തീത്ത് അറിയുന്നത്. അതെന്തേക്കരം ഖസീറത്തുൽ മദയാണ്. ഏറ്റവും കുറഞ്ഞ കാലയളവുള്ള പ്ലാനിങ് ആണ് ഏത് തഖ്തീത്ത് ദുറൂസുൽ യൗമിയ്യ എന്ന് പറയുന്നത്. ഡെയിലി ലെസൺ പ്ലാൻ ഏറ്റവും കുറഞ്ഞതാണ്. തൊവീലത്തുൽ മദ എന്ന് പറയുമ്പോൾ അത് സനയാണ്. നമ്മള് തഖ്തീത്തു സനവിയ ഇയർ പ്ലാൻ അതിൻ്റെ അകത്ത് വരുന്നതാണ്. മുത്തവസിത്തുൽ മദ എന്ന് പറയുമ്പോൾ തഖ്തീത്തുൽ ഉസ്ബു ആഴ്ചക്കുള്ള പ്ലാന്, അതുപോലെ തന്നെ ഖുതുത്തുൽ വഹദ ഒരു മാസമൊക്കെ ഉള്ള യൂണിറ്റ് പ്ലാൻ, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ ഷോർട്ട് ടൈം പീരീഡ് ഉള്ളതാണ് ഡെയിലി ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന്റെ ക്ലാസ് കേട്ട ആളുകൾക്ക് അത് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഏതാണ് ആൻസർ? ഖസീറത്തുൽ മദ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കൂ. ഇഖ്തറൽ ഖതഅൻ ഇസ്തിഖ്ദാമു സബൂറ. ഇസ്തിഖ്ദാമു സബൂറ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോർഡ് യൂസിങ് ആണ്. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നതുമായിട്ട് ഇഖ്തറൽ ഖതഅ. ഇഖ്തറൽ ഖതഅ എന്ന് കണ്ടാലും വട്ടടണം കേട്ടോ. ഇഖ്തറൽ ഖതഅ എന്ന് കണ്ടാലും അവിടെ വട്ടടണം. കാരണം തെറ്റായത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തത് എന്നാണ് അർത്ഥം. പെടാത്തത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഹജ്മുൽ കലിമാത്തുൽ മക്തൂബ കബീർ. എഴുതുന്ന വാക്കുകളുടെ ഹജ്മ് എന്ന് പറയുമ്പോൾ സൈസാണ്, വലുപ്പം. അത് കബീർ വലുതാവുക, വലിയതാക്കി എഴുതുക. അത്തലാമീദ് യശ്തരികൂന ഫിൽ കിതാബ് അല സബൂറ. ഈ ബോർഡിൽ എഴുതുന്നതിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കുട്ടികളെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കുക, കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അൽ ഇസ്തിഫാദ മിൻ അസ്ഫലി സബൂറ. ബോർഡിന്റെ ഏറ്റവും അടിഭാഗം. അസ്ഫൽ എന്താണ് അർത്ഥം? അസ്ഫൽ. അസ്ഫൽ എന്ന് പറഞ്ഞാല് ഏറ്റവും ബിലോ സൈഡിനാണെന്ന് പറയാം. അസ്ഫൽ താഴെ കൊണ്ടുപോയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇസ്തിഖ്ദാമുൽ മസാഹ. മസാഹ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡസ്റ്ററില്ലേ, ഡസ്റ്ററിനാണ് എന്ത് പറയാ മസാഹ എന്ന് പറയാം. നമുക്ക് സ്കൂൾ ടൂളുകളെ കുറിച്ചിട്ട് ഒരു കുറച്ച് ധാരണ ഉണ്ടായിരിക്കണം അങ്ങനത്തെ ഇതിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുക? ഇസ്തിഖ്ദാമുൽ മസാഹ ബിഖ്തിറാസ്. അത് സോഫ്റ്റ് ആയിട്ട് വെച്ചാല് അതിന്റെ കറക്റ്റ് രൂപത്തിൽ അതെന്ത് ചെയ്യുക? അത് ഉപയോഗിക്കുക. ഇത്രയും 4 ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പൊ ഇതില് ഏതാണ് ഇതിന്റെ അകത്ത് തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത്? തെറ്റായത്, ബോർഡ് ഉപയോഗിക്കുമ്പോൾ തെറ്റായത്. അപ്പൊ ഏതെങ്കിലും വരിക? യെസ്, ഓപ്ഷൻ സി ആണ് വരിക. കാരണം ബോർഡിന്റെ ഏറ്റവും അടിഭാഗത്ത് കൊണ്ടുപോയിട്ട് എഴുതുക എന്ന് പറയുന്നത് എന്തല്ല, ഒരു ബോർഡ് ഉപയോഗിക്കുമ്പോൾ വേണ്ട സ്കില്ലല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ എന്നതിന്റെ മറ്റൊരു പേര്. വളരെ വിവാദമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇസ്തിംബാത്തിയ എന്നതിന്റെ മറ്റൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ്തിദ്ലാലി ഉണ്ട്, ഖിയാസി ഉണ്ട്, ഇസ്തിഖ്റാഇ ഉണ്ട്, ജമീഅ മുദക്കറ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇസ്തിംബാത്തിയന്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ ആൻസർ കീന്റെ അകത്ത് കൊടുത്തത് ഇസ്തിഖ്റാഇ ആണ്. ഇൻഡക്റ്റീവ് മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ഇസ്തിംബാത്തിയ. പക്ഷെ ഇസ്തിംബാത്തിയക്ക് പല പുസ്തകങ്ങളിൽ പല ഡെഫിനിഷൻസ് കാണാറുണ്ട്. ഇപ്പോ ഇസ്തിഖ്റാഇ എന്ന് പറയുന്നത് നമ്മൾ ഖാസിൽ നിന്ന് ആമിലേക്ക് പോകുന്നതാണല്ലോ. അതിനെയാണ് ഇസ്തിംബാത്തിയ എന്ന് പറയുമ്പോൾ അതിന് ഡിഡക്റ്റീവ് എന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ ഇസ്തിംബാത്തിയെ കാണാൻ പറ്റും. ഇസ്തിംബാത്തിയെയും ഇസ്തിദ്ലാലിയെയുമാണ് ഒന്നെന്ന് കാണാൻ പറ്റും. അത് തന്നെയാണോ ഇസ്തിംബാത്തിക്ക് ഇസ്തിഖ്റാഇക്കും വേറെ ഡെഫിനിഷൻസ് തുർഖു തദ്രീസ് എന്ന പുസ്തകത്തിന്റെ അകത്തുണ്ട്. തുർഖു തദ്രീസുൽ ആമ എന്ന PhD തീസിസിന്റെ അകത്തും ഇസ്തിംബാത്തിയെയും ഇസ്തിഖ്റാഇയെയും വേറെ വേറെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇസ്തിംബാത്തിയക്ക് 2 ഡെഫിനിഷൻസ് പറയാറുണ്ട് പലയിടത്തും. പക്ഷെ നമ്മുടെ DLEDന്റെ പുസ്തകത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ്. അതായത് ഇസ്തിംബാത്തിയെയും ഇസ്തിഖ്റാഇയെയുമാണ് ഒന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു പല റഫറൻസ് പുസ്തകങ്ങളിലും ഇസ്തിംബാത്തിയെയും ഇസ്തിദ്ലാലിയെയുമാണ് ഒന്ന് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ DLEDന്റെ പുസ്തകത്തിൽ ഇസ്തിഖ്റാഇ എന്നുള്ള പേരായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കുക. ഓക്കെ, ചലഞ്ച് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ മേ ബി ക്യാൻസൽ ആവാനുള്ള ചോദ്യമാണ്. കാരണം രണ്ടിലും പ്രൂഫ് ഉണ്ട് അത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് ഇസ്തിംബാത്തിയ ഇസ്തിഖ്റാഇ എന്നുള്ളതാണ്. ഓക്കെ, ഇസ്തിംബാത്തിയ എന്ന് പറയുന്നത് ഇസ്തിഖ്റാഇ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ഇസ്തിംബാത്തിയയും ഇസ്തിഖ്റാഇയും വേറെ വേറെയാണ്. ഇസ്തിദ്ലാലിയക്കാണ് ഇസ്തിംബാത്തിയ എന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ PhD തീസിസുകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. ലാ യലീഖു ബിൽ ഫസ്ലിൽ മഅഖൂസ്. ലാ യലീഖു എന്ന് പറഞ്ഞ അർത്ഥം യോജിക്കാത്തത്. ലാ യലീഖു യോജിക്കാത്തത്. ബിൽ ഫസ്ലിൽ മഅഖൂസ് ഫ്ലിപ്പ്ഡ് ക്ലാസ് അതുമായി യോജിക്കാത്തത്. ഫ്ലിപ്പ്ഡ് ക്ലാസ്സുമായിട്ട് യോജിക്കാത്തത്. ഫ്ലിപ്പ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാല്
നമ്മൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ക്ലാസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ക്ലാസ് റൂമിന്റെ അകത്ത് നമ്മൾ സ്റ്റുഡൻസിന് വ്യത്യസ്തമായ ലേണിംഗ് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ക്ലാസ് റൂമിനെയാണ് നമ്മൾ ഫ്ലിപ്ഡ് ക്ലാസ് റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നോക്കൂ, ഇതിൻ്റെ അകത്ത് അതുമായി ലാ എലിയക്കു കണ്ട വട്ടടണം. യോജിക്കാത്തതാണ്, ബന്ധമില്ലാത്തത്. ലാ എലിയക്കു വട്ടട്ടു. ഇസ്തിഖ്ദാമു തഖ്നിയാത്തുൽ ഹദീസ, മോഡേൺ ടെക്നോളജികൾ ഉപയോഗിക്കുക. മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുക. മുത്താലഅത്തു തുല്ലാബ് ഫി ഫുസൂലിഹിം, കുട്ടികൾ അവരുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് മുത്താലഅ ചെയ്യുക. മുത്താലഅ ചെയ്യാന്ന് പറഞ്ഞത് ആവർത്തിച്ച് ഇങ്ങനെ കാണാതെ ഇരുന്ന് പഠിക്കുക, വായിച്ച് പഠിക്കുക. അദ്ദർസു ഫി തരീഖി മഖ്തഅ വീഡിയോ വഴി കുട്ടികൾക്ക് ക്ലാസ് പഠിപ്പിക്കുക. അൻസിയത്തുൻ തഫാഉലിയ ദാഖിൽ ഫസൽ, ക്ലാസ് റൂമിന്റെ അകത്ത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ഫ്ലിപ്ഡ് ക്ലാസ്സുമായി യോജിക്കാത്തത് ഏതേക്കരം തന്നെ പറയും? ഏതൊക്കെ യോജിക്കാത്തത്? യെസ്, മുത്താലഅത്തു തുല്ലാബ് ഫി ഫുസൂലിഹിം, കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ പുസ്തകം വായിച്ച പിന്നെയും വായിച്ച. അത് ഫ്ലിപ്ഡ് ക്ലാസ്സിലുള്ള സാധനമല്ല. ഫ്ലിപ്ഡ് ക്ലാസ് അറിയുന്നത് മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിക്കുക, വീഡിയോ ലെസൺ ആയിട്ട് പഠിപ്പിക്കുക, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഫ്ലിപ്ഡ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലെന്തില്ല? കുട്ടികൾ ഇരുന്ന് ഇങ്ങനെ മുത്താല ചെയ്യുക, കിതാബ് മുത്താല ചെയ്യുക. പള്ളി ദർസിൽ കുട്ടികളിനെ മുത്താല ചെയ്യാന്നുള്ള പരിപാടി ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന്റെ അകത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. യെസ്, ആൻസേഴ്സ് വരട്ടെ. ബി എന്ന് പറയുന്നവരുണ്ട്. നോക്കാം നമുക്ക്. ലൈസത്ത് കണ്ടാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, വട്ടമിടണം. ലൈസത്ത് പെടാത്തത്. ടീച്ചിങ് മെത്തേഡിന്റെ ക്രൈറ്റീരിയ, അത് നിർണ്ണയിക്കുന്ന ക്രൈറ്റീരിയയിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ മുലാഇമാലി അഹ്ദാഫി ദർസ്, നമ്മൾ പഠിപ്പിക്കുന്ന പാഠത്തിന്റെ ഒബ്ജക്റ്റീവിനോട് യോജിച്ചതായിരിക്കണം. എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? അതിന്റെ ഒബ്ജക്റ്റീവിനോട് യോജിച്ച രീതിയിലുള്ള പഠന മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുലാഇമാലി ഇസ്റാഫിൽ വഖ്ത്, ടൈം കുറെ ദൂർത്താക്കി കളയാം, ടൈം ലാപ്സ് ആക്കാൻ പറ്റുന്നതായിരിക്കണം, അതിനോട് യോജിച്ചതായിരിക്കണം. മുനാസിബത്തുൽ മുഹ്തവ, നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് അതിന് യോജിച്ചതായിരിക്കണം. മുലായിമത്തുൽ മുസ്തവ തുല്ലാബ്, കുട്ടികളുടെ ലെവലിനനുസരിച്ചുള്ളതായിരിക്കണം. ഇതിൽ ഏതായിരിക്കും അപ്പോൾ അല്ലാത്തത്? അതേ ഉത്തരങ്ങൾ ബി ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം ആദ്യം കണ്ടപ്പോ ഈ ബി കുറെ വന്നിട്ടില്ല, കുറച്ച് ബി വന്നിരുന്നുള്ളൂ. ഇപ്പൊ അതാ കുറെ ബി വന്നിക്കണു. എങ്ങനെ ഇപ്പൊ കുറെ ബി വരുന്നത്? ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദ്യങ്ങൾ തന്നെ ഉള്ളേ. മുലാഇമത്തുൽ അഹ്ദാഫ് ദർസ്, പഠിപ്പിക്കുന്ന പാഠത്തിന്റെ ഒബ്ജക്റ്റിനോട് യോജിച്ചതായിരിക്കണം, കണ്ടന്റിനോട് യോജിച്ചതായിരിക്കണം, കുട്ടികളുടെ ലെവലിനോട് യോജിച്ചതായിരിക്കണം. പക്ഷെ ടൈം കളയാൻ പറ്റുന്നതായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, നമുക്ക് എപ്പോഴും തെറ്റാതൊക്കെ അധികം വേണ്ടവരും. അപ്പൊ ലൈസത്ത് അറിയുമ്പോ അല്ലാത്തതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വീണ്ടും പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. യെസ്, അത്തഖ്തീത് യുസാഇദുൽ മുഅല്ലിം, പ്ലാനിങ് ഒരു അധ്യാപകനെ സഹായിക്കും. യുസായിദ് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഒന്നാമത്തെ ഓപ്ഷൻ ഇഖ്തിയാറു അഫ്ളലു അസാലിബു തദ്രീസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓർ മോസ്റ്റ് സ്റ്റൈലിഷ് വേ, അല്ലെ, ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി അധ്യാപകനെ സഹായിക്കുന്നു. മുറാഅത്തു സമൻ, ടൈം മാനേജ്മെന്റ്, എത്ര സമയത്തിന് എത്ര കാര്യങ്ങൾ തീർക്കണം, അങ്ങനത്തെ ടൈം മാനേജ്മെന്റിന് സഹായിക്കുന്നു. അസിഖത്തു ഫി നഫ്സ്, അധ്യാപകന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, അല്ലെ? കാരണം ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് തിരഞ്ഞെടുക്കാൻ അധ്യാപകന് പ്ലാൻ ചെയ്യുമ്പോൾ പറ്റും. എത്ര ടൈം കൊണ്ട് തീർക്കണം, സമയം പ്ലാൻ ചെയ്യാൻ പറ്റും. അധ്യാപകനെ തന്നെ പഠിപ്പിക്കാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. ജമിഉ മാ ദുക്കിറ. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി, ജമിഉ മാ ദുക്കിറ എന്നുള്ളത്. ലൈസത്ത് മിൻ മഹാറത്തിൽ കിതാബ, അല്ലെ? വീണ്ടും ലൈസത്ത് കാണുന്നു. ലൈസത്ത് കണ്ട നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പട്ടണം. അല്ലാത്തത് മിൻ മഹാറത്തിൽ കിതാബ, റൈറ്റിംഗ് സ്കില്ലിൽ പെടാത്തത്. LSRWയിലെ ലാസ്റ്റ് സ്കില്ലായ W, റൈറ്റിംഗ് സ്കില്ലിൽ പെടാത്തത്. ഒന്നാമത് റസ്മൻ സഹീഹൻ, അക്ഷരങ്ങൾ ലെറ്റേഴ്സ് ശരിയായ രൂപത്തിൽ വരക്കുക, ശരിയായ രൂപത്തിൽ ലെറ്റേഴ്സ് വരക്കുക. അൽ കിതാബ ബിമുവാഖഫത്തി ഖവായിദുൽ മുലായിമ, അത് അതായത് റൈറ്റിംഗ് റൂളുകൾ, നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് എഴുതുക, എഴുത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് എഴുതുക. അൽ കിതാബ ബി അദാത്തിൻ ജദീദ, പുതിയ ടൂൾ ഉപയോഗിച്ച് എഴുതുക. പുതിയ ടൂൾ പറയുമ്പോൾ പുതിയ പെൻ ഉപയോഗിച്ച് എഴുതുക.
പുതിയ ടൂൾ ഉപയോഗിച്ച് എഴുതാം. ഇബ്ദാഉൽ ഖുദ്റത്ത് തഅബീർ സലീം, ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള നല്ല ഇബ്ദാഉൽ ഖുദ്റ, നല്ല കഴിവ് ഉണ്ടാക്കിയെടുക്കുക. ഇതില് റൈറ്റിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ കിട്ടിയില്ലേ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പുതിയ പെണ്ണുകൊണ്ട് എഴുതിയാൽ എന്ത്, പഴയ പെണ്ണുകൊണ്ട് എഴുതിയാൽ എന്ത്? അത് പെണ്ണിന്റെ ചൊറുക്കും പുതുമയും റൈറ്റിംഗ് സ്കില്ലിൽ പെട്ടതാണോ? ആണോ? അല്ലേ. ശരിയായ രൂപത്തിൽ വരക്കണം, റൂൾസ് അനുസരിച്ച് തന്നെ എഴുതണം, ശരിയായ രൂപത്തിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ എഴുത്തിലൂടെ പറ്റണം. പിന്നെ ഏതാണ് വേണ്ടാത്തത്? ഓപ്ഷൻ സി, അൽ കിതാബ് അലാ ജദീദ. ഓക്കെ, അടുത്ത ചോദ്യം. നൗഉം മിനൽ ഖിറാഅ തതറക്കസു അല ശഫതൈൻ. അതൊരു ടൈപ്പ് റീഡിംഗ് ആണ്, അതൊരു വിധത്തിലുള്ള റീഡിംഗ് ആണ്. തതറക്കസു, അത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? അല ശഫതൈൻ, നമ്മുടെ രണ്ട് ലിപ്സുകളെയാണ്, ചുണ്ടുകളെ ഫോക്കസ് ചെയ്യുന്ന റീഡിംഗ് എന്ന് വെച്ചാൽ ചുണ്ടുകൊണ്ടുള്ള വായന. ഖിറാഅ ജഹരിയ, ലൗഡ് റീഡിംഗ്. ഖിറാഅ സാമിത, ഒച്ചല്ലാവാത്ത സൈലന്റ് റീഡിംഗ്. ഖിറാഅ നഫ്സിയ, മനസ്സിന്റെ അകത്തുള്ള സെൽഫ് റീഡിംഗ്. ജമീഉ മാ ദുക്കിറ, ഓൾ ഓഫ് ദി അബവ്. ഏതാ വരിക? ഏതാ വരിക? യെസ്, ഖിറാഅ ജഹരിയ. ഓർക്കനെ വായിക്കാനല്ലേ നമുക്ക് ചുണ്ടു വേണ്ടുള്ളൂ. നമ്മളെ മനസ്സിൽ ഇങ്ങനെ വായിക്കാനും സൈലന്റ് ഏകദേശം രണ്ടും തന്നെയാണ്. സൈലന്റ് ആയി വായിക്കാൻ നമുക്ക് ഇത് വേണോ? ചുണ്ടു വേണോ? വേണ്ട. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. അൽമർജിഉൽ അവ്വൽ അല്ലദി യഅ്തമിദു ദാരിസ് ഫി തഅല്ലും. അല്ലെ, പഠനത്തിൽ, പഠനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു വിദ്യാർത്ഥി യഅ്തമിദു, അവലംബിക്കുന്ന ഫസ്റ്റ് പ്രൈമറി സോഴ്സ് എന്താണ്? എന്തിനെയാണ് കുട്ടി ഏറ്റവും ബേസ് ചെയ്ത് പഠിക്കുന്നത് എന്നാണ്. ഒന്നാമത്തെ ശബക്കത്ത്, ഇന്റർനെറ്റ്, നെറ്റ് കണക്ഷൻ ആണോ? അൽ കിതാബുൽ മദ്രസി, സ്കൂൾ ബുക്ക്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലാണ് കിതാബുൽ മദ്രസി എന്ന് പറയുന്നത്. കിതാബുൽ അമലിയ, വർക്ക് ബുക്ക്. കിതാബുൽ മുഅല്ലിം, ഹാൻഡ് ബുക്ക്. ഇതില് ഒരു കുട്ടി ഏറ്റവും ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? ഏതാണ്? യെസ്, ഡെഫിനറ്റ്ലി യെസ്, കറക്റ്റ് ആണ്. ഏതാണ്? ഒരു കുട്ടിയാണ് കേട്ടോ, ദാരിസാണ്, അധ്യാപകനല്ല ചോദിക്കുന്നത്. ദാരിസ്, ഒരു വിദ്യാർത്ഥി ഫോക്കസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി, കിതാബുൽ മദ്രസി അല്ലേ, സ്കൂൾ ബുക്ക് അല്ലേ. നെറ്റ് ആണോ കുട്ടിന്റെ പ്രൈമറി സോഴ്സ്? അല്ല. വർക്ക് ബുക്ക് ആണോ? അല്ല. അധ്യാപകന്റെ ബുക്കാണോ? അല്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി, കിതാബുൽ മദ്രസയാണ്. ഒരു കുട്ടി ഫോക്കസ് ചെയ്യുന്ന, കുട്ടി അവലംബിക്കുന്ന പ്രൈമറി സോഴ്സ് അത് തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കാണ്, സ്കൂൾ. അടുത്ത ചോദ്യം. മിമ്മ ലാ യസിഹു അൻ തരീഖത്തുൽ ഖിയാസിയ്യത്തി ലിൽ ഖവായിദ്. ലാ യസിഹു, കണ്ടു, വട്ടമിട്ടു, യോജിക്കാത്തത്. ഖവായിദ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരീഖത്തുൽ ഖിയാസിയയുമായിട്ട് യോജിക്കാത്തത്. ഒന്നാമത്തെ ഓപ്ഷൻ അർലുൽ ഖായിദൽ അവ്വലൻ, ഫസ്റ്റ് തന്നെ റൂൾ കാണിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ കുല്ലിയാത്ത് ജുസിഇയാത്ത്, ആദ്യം എന്താണ്? ഓളിൽ നിന്ന്, അതായത് വലിയ പാർട്ട് പഠിച്ചിട്ട് പിന്നെ അത് പാർട്ടിലേക്ക് വരും, വലിയത് പഠിച്ചിട്ട് പിന്നെ ചെറുതക്ക് വരും. മേൽ ബുർഹാൻ അൽ ഖാനൂൻ, ആദ്യം തെളിവിനെ ആദ്യം പഠിക്കുന്നു, പിന്നെ അതിന്റെ നിയമത്തിലേക്ക് വരുന്നു. മേൽ അഹ്കാമിൽ ആമ, ജനറൽ റൂളിൽ നിന്ന് സ്പെസിഫിക് റൂളിലേക്ക് പോകുന്നു. ഇതില് ഖിയാസിയ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. അതുമായിട്ട് യോജിക്കാത്തത് ഏതായിരിക്കും? ഏതാണ്? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓപ്ഷൻ സി, ബുർഹാൻ അൽ ഖാനൂൻ. കാരണം ഖിയാസിയ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് അല്ലെ. ഖിയാസിയ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് കുല്ലിൽ നിന്ന് ജുസയിലേക്ക് പോകുന്ന രീതിയാണ്, അതായത് ഖായിദയിൽ നിന്ന് അംസിലയിലേക്ക് വരുന്ന രീതി അല്ലെ. അപ്പോ ഖായിദയിൽ നിന്ന് അംസിലയിലേക്ക് വരുന്ന രീതിയാണ് അതിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇതിൽ കണ്ടോ, ഖായിദ, ആദ്യം ഖായിദ കാണിക്കും, അതുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം കുല്ലി, പിന്നെ ജുസ്, അതുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം ജനറൽ നിയമം, പിന്നെ സ്പെസിഫിക്കിലേക്ക്, അതും അതിൽപ്പെട്ടതാണ്. ഇതിൽ പെടാത്തതായിട്ടുള്ളത് ബുർഹാൻ അൽ ഖാനൂൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത് ഇസ്തിഖ്റായിന്റെ ഇതാണ് ബുർഹാൻ അൽ ഖാനൂൻ എന്നുള്ളത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അടുത്ത ചോദ്യം. അൽ ഇദ്റാഖുൽ ബസരി ലിറുമൂസിൽ മക്തൂബ തഹ്വീൽ ഇലാ കലാമിൽ മൻതൂഖ്. അൽ ഇദ്റാഖുൽ ബസരി, നമ്മൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക, ഈ റുമൂസിൽ മക്തൂബ, എഴുതപ്പെട്ട സിമ്പലുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുക. തഹ്വീൽ, പിന്നെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യുക. കലാമുൽ മൻതൂഖ്, നമ്മുടെ ഉച്ചാരണമായി ചേഞ്ച് ചെയ്യുക. കണ്ട് ചില സിമ്പലുകൾ മനസ്സിലാക്കി പിന്നെ അതിനെ ഉച്ചാരണമായിട്ട് ചേഞ്ച് ചെയ്യുക. അതെന്താണ് എന്നാണ്. സ്ഥാനത്ത് നമുക്ക് നോക്കിക്കണ്ട് വായിച്ചു കഴിഞ്ഞാൽ എന്താ പ്രൊമോഷൻ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരെന്താ? ഖിറാഅ എന്ന് പറയുമ്പോൾ റീഡിങ്, കിതാബ എന്ന് പറയുമ്പോൾ റൈറ്റിങ്, തഹദ്ദുസ് പറയുമ്പോൾ സ്പീക്കിങ്, ഇസ്തിമാ എന്ന് പറയുമ്പോൾ ലിസണിങ്.
ഒരു സാധനം എഴുതപ്പെട്ട സാധനത്തിനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉച്ചാരണമാക്കി മാറ്റുന്ന പണി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പഠിച്ചോനെ എസ്തിമ ആണോ, ലിസണിങ് ആണോ, സ്പീക്കിംഗ് ആണോ, റൈറ്റിംഗ് ആണോ? പൊന്നാര മക്കളെ, എഴുതിയ സാധനം അക്ഷരത്തിമ നോക്കി വായിച്ചല്ലേ നമ്മൾ ജിജ്ജ അല്ലേ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ഖിറാഅ. എന്താണ്? എഴുതിയ ഒരു സാധനം അത് നമ്മൾ നോക്കിക്കാണ്ട് പുറത്തേക്ക് ഉച്ചരിക്കുന്നു. അതേതാ? എഴുത്താണോ, സ്പീക്കിംഗ് ആണോ, ലിസണിങ് ആണോ? അല്ലല്ലോ. ഏതാണ്? വായനക്കല്ലേ നമ്മൾ പറയാ. എഴുതിയ സാധനത്തിമ നോക്കിക്കാണ്ട് ഇങ്ങനെ ഉച്ചരിക്കുക എന്ന് അറിയുമ്പോൾ എന്താണ്? എന്താ സാധനം? വായനല്ലേ? യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ കുറച്ചൊക്കെ ലോജിക്ക് ഉപയോഗിച്ചിട്ടോ. അടുത്ത ചോദ്യം. നോക്കൂ, അടുത്ത് 2 ഓപ്ഷനൊക്കെ പറയുന്നുണ്ടല്ലോ. അൽ മുഅല്ലിം, അധ്യാപകൻ. മുർസിൽ, അധ്യാപകനാണ് സെൻഡർ. അധ്യാപകൻ എങ്ങനെ പറയണു? വത്തിൽമീദ് മുസ്തഖബിൽ, വിദ്യാർത്ഥി അവിടെ റിസീവർ. അധ്യാപകൻ ഇങ്ങനെ പറയുന്ന കാര്യം വിദ്യാർത്ഥി ഇങ്ങനെ കേൾക്കുന്നു. ഇത് ഏത് മെത്തേഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണെന്നാണ് ചോദ്യം. അതേത് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ആണ് ഈ പറഞ്ഞ സാധനം? അധ്യാപകൻ പറയുക, വിദ്യാർത്ഥി കേൾക്കുക. മുനാഖഷ എന്ന് പറയുന്നത് ഡിസ്കഷൻ മെത്തേഡാണ്. മഹാലറ എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. മുബാഷറ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. കുല്ലുൻ സഹീഹ് അറിയുന്നത് ഓൾ ഓഫ് ദി അബോവ്. ആശി ഇങ്ങനെ പറയാ, കുട്ടികൾ ഇങ്ങനെ കേൾക്കുക. അത് ഏതാണ്? ഞാനിപ്പോ ചെയ്ത പണി ഏതാണ്? ഓപ്ഷൻ ബി മുഹാലറ, ലെക്ചർ മെത്തേഡാണ്. ഓക്കെ, അടുത്തത്. താഴെ കൊടുത്തതിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുക്കുക. വായനയുടെ ദൗർലഭ്യം. വായന കുറഞ്ഞു വന്നാൽ തോതില ലുഅഫു തഹദ്ദുസ്, അത് നമ്മുടെ സ്പീക്കിങ്ങിന്റെ കഴിവിനെ ഇല്ലാതാക്കും. വായന കുറഞ്ഞാല് വർത്താനം പറയാനുള്ള കഴിവ് കുറയും. ലുഅഫുൽ ഖിറാ തോതില ലുഅഫുൽ കിതാബ, വായന കുറഞ്ഞാല് എഴുത്തിന്റെ കഴിവ് കുറയും. ലുഅഫുൽ ഇസ്തിമാ തോതില ലുഅഫു തഹദ്ദുസ്, കേൾവി കുറഞ്ഞാല് സംസാരം ദുർബലപ്പെടും. ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് ആൻസർ? ശരിക്കും ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് അല്ലെ? വായന കുറയുമ്പോ സംസാരം കുറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. പക്ഷെ വായന കുറയുമ്പോ എഴുത്ത് ഒരു തലയും വായും ഇല്ലാത്ത എല്ലാ തുമ്പ വല വാല ടൈപ്പ് ചോദ്യമാണത്. ഇസ്തിമാവ് കുറയുമ്പോ സംസാരിക്കാനുള്ള കഴിവ് കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ ആൻസർ കീൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഇഖ്തറൽ ഖത്ത അനിൽ തഖ്വീം, ഇവാലുവേഷൻ പ്രോസസിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് ഇഖ്തറൽ ഖത്ത എന്ന് കണ്ട വട്ടട് തെറ്റായി തിരഞ്ഞെടുക്കുക. ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടത് തെറ്റായി തിരഞ്ഞെടുക്കുക. അമലിയത്തുൻ ലാ തർത്തബിതു ബിൽ അഹ്ദാഫ്, അത് നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പഠിപ്പിച്ചത് ആ ലക്ഷ്യങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല. അമലിയത്തുൻ മുസ്തമിറ തിവാൽ ആം, ആ വർഷം മുഴുവൻ, ആ ഇയർ മൊത്തം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായി വരുന്ന ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ. വസിയത്തിനില്ല തഹ്സീൻ, അതാ നല്ല രീതിയിൽ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇവാലുവേഷൻ. വസിയത്തിന് തത്വീയർ, കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള ഒരു മാർഗമാണ് ഇവാലുവേഷൻ. ഇതിൽ തെറ്റേതാണ്? ലക്ഷ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രോസസ്സാണോ ഇവാലുവേഷൻ? ആണോ? അല്ല, നമുക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. നഖലുൽ മശായർ, നമ്മുടെ ഫീലിങ്സ്. മശായർ അഹാസിസ് എന്നൊക്കെ പറയുമ്പോൾ ഫീലിങ്സ് ആണ്. നമ്മുടെ ഫീലിങ്സുകൾ നമ്മൾ നീക്കം ചെയ്യുന്നു. വത്തഅബീർ അൻഹ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രകടിപ്പിക്കുന്നു. ബിത്തരീഖത്തുൻ തഹരീരിയ. തഹരീരിയ എന്ന് പറയുമ്പോൾ റിട്ടൺ ഫോർമാറ്റിൽ പറയുന്ന വേറൊരു പേരാണ്. എഴുത്തിലൂടെ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിൽ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. റീഡിംഗ് ആണോ, തഹദുസ് സ്പീക്കിംഗ് ആണോ, ഇസ്തിമാ ലിസണിംഗ് ആണോ, കിതാബ റൈറ്റിംഗ് ആണോ? ഏതിനാണ് നമ്മള് കൂടെ ഫീലിംഗ് പറയുമ്പോ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. ഇഖ്തറ സഹീഹ് മിനൽ ആതിയാൻ അസ്ഹാബിൽ ഹമം, people with disabilities. അവരുമായി ശരിയായി തിരഞ്ഞെടുക്കുക. ബുദ്ധി വൈകല്യങ്ങൾ. ഖലലുൻ നഫ്സി അല്ലെ? ഖലലുൻ നഫ്സി പറയുന്നതാണ് അസുഖത്തിന്റെ പേര്. ഇതിനാണ് ഖലലുൻ നഫ്സി എന്ന് പറയാറുള്ളത്. ഖലലുൻ നഫ്സി
ഏതാ അസുഖത്തിനാ പറയാറുള്ളത്? സൈക്കോളജിക്കൽ, മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറിനാണ് ഖലൽ നഫ്സി എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, റോഫുൽ ബസർ കാഴ്ചയിലെ പ്രശ്നങ്ങൾ, ജമീഉ മാദിക് ഓൾ ഓഫ് ദി അബവ്. അപ്പൊ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? അത് ബുദ്ധി വൈകല്യമുള്ളവരാണെങ്കിലും ശരി, മാനസിക വൈകല്യമുള്ളവരാണെങ്കിലും ശരി, കാഴ്ച ഇല്ലാത്തവരാണെങ്കിലും ശരി, ഒക്കെ വൈകല്യത്തിലല്ല പെടുത്താറുള്ളത് അല്ലെ? പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി പെടുന്നതാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി, ജമീഉ മാദിക് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, തുർക്കു താലിമ ഹാലിയ തെറക്കുസാല. നമ്മുടെ ഇപ്പോഴത്തെ ടീച്ചിങ് മെത്തേഡ്, ഹാലിയ എന്ന് പറയുമ്പോൾ കറന്റ്, ഇപ്പോഴത്തെ ടീച്ചിങ് മെത്തേഡ് എന്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? തെൽക്കീൻ എന്ന് പറയാ ചൊല്ലി കൊടുക്കുന്നതിനാണ് തെൽക്കീൻ അറിയാം, ചൊല്ലി കൊടുക്കുക. താലിമു തഫാഉലി പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. ഹിഫ്ള് ബൈ ഹാർട്ട് കാണാപാഠം പഠിക്കുക. വാജിബാത്തുൽ മൻസിലിയ ഹോംവർക്ക് കൊടുത്ത് പഠിപ്പിക്കുക. ഇതിൽ ഇപ്പോ ഏതിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ്. ചൊല്ലി കൊടുത്ത് പഠിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു, കാണാപ്പാടം പഠിപ്പിച്ചതും കഴിഞ്ഞു, കുറെ ഹോംവർക്ക് കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഏതാണ്? ഇന്ററാക്റ്റീവ് ആയ രീതിയിൽ പഠിപ്പിക്കലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, യക്കൂമുൽ ഇത്തിസാൽ, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം അത് നടക്കുന്നത് തബാദുലുർ റസായിൽ, മെസ്സേജുകള് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ്. ബൈനൽ മുർസിൽ, ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളും പിന്നെ ആരുമായിട്ടാണ്, ആരുമായിട്ട് മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് പറയാം. റിസാല എന്ന് പറയുമ്പോൾ മെസ്സേജ് ആണ്, ഹദഫ് എന്ന് പറയുമ്പോൾ ലക്ഷ്യമാണ്, മുസ്തഖബിൽ എന്ന് പറയുമ്പോൾ റിസീവർ ആണ്, വസീല എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. അപ്പൊ ഇതില് ഏതുമായിട്ട് ഈ പറയുന്ന ആളും പിന്നെ ആർക്കിടയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്? ബൈനൽ മുർസിൽ വൽ മുസ്തഖബിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മിമ്മ മാലായലീഖു, യോജിക്കാത്തത്, ബന്ധമില്ലാത്തത്, ലാംഗ്വേജ് അക്വസിഷനുമായി ബന്ധമില്ലാത്തത്. അല്ലുഗ സാനിയ, സെക്കൻഡ് ലാംഗ്വേജ്. ഗൈറു ശുഊരിയ, അതെന്തല്ല ഒരു ഫീലിങ്സ് ഇല്ലാത്തതാണ്, ഗൈറു ശുഊരിയ. അതുപോലെ മർഹലത്തുൻ സാബിഖ, അതിനൊരു പ്രീവിയസ് ഒരു മുമ്പ് ഒരു ഘട്ടമുണ്ട്. അമലിയത്തിന് ഗൈറു മുനവ്വിമ, അതൊരു ഓർഗനൈസ്ഡ് അല്ലാത്ത പ്രോസസ്സാണ്. ഇതില് അതുമായി യോജിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഏതാ പറയാ? അല്ലുഗ സാനിയ, അല്ലുഗ സാനിയ. അതായത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ലുഗ സാനിയന് എൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ശരിയായ രൂപത്തിൽ പഠിക്കാനാണ്. അത് തഅലീമുൽ ലുഗയാണ്, അത് ഭാഷ പഠിക്കലാണ്. തഅല്ലുമുൽ ലുഗ, ഭാഷ പഠിക്കലും ഭാഷ ഇക്തിസാബ് രണ്ടും രണ്ടാണ്. ലാംഗ്വേജ് ലേണിങ്ങും ലാംഗ്വേജ് അക്വസിഷനും രണ്ടും രണ്ടാണ്. അക്വസിഷൻ എന്ന് പറയുന്നത് നമുക്ക് അബ്നോർമൽ, അതായത് നമ്മൾ ശരിക്കും വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. ഗൈറു ശുഊരിയ എന്ന് പറയുമ്പോൾ നമ്മളത് ഫീലിംഗ്, നമ്മൾ പ്രത്യേകം എഫേർട്ട് എടുക്കാതെ നമ്മുടെ ലൈഫിൽ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സംഭവമാണ് ലാംഗ്വേജ് അക്വസിഷൻ. അതിനൊരു പ്രീവിയസ് സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അതൊരു ഓർഗനൈസർ ഒന്നല്ല, പ്രത്യേകിച്ച് നിയമം വെച്ച് പരീക്ഷ വെച്ച് പഠിച്ചൊന്നുമല്ല. നമ്മൾ പറയുന്ന ഇപ്പൊ നമ്മൾ ഭാഷ മലയാളം പഠിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് വെച്ചിട്ടാണോ? ലാംഗ്വേജ് നമ്മൾ മലയാളം അക്വയർ ചെയ്തിരിക്കുകയാണ്, അക്വസിഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്? ഗൈറു മുനവ്വിമയാണ്, മർഹലത്തുൻ സാബിഖയുണ്ട്, ഗൈറു ശുഊരിയാണ്. പക്ഷെ ലോകത്ത് സാനിയ, നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പ്രത്യേക റൂൾ വെച്ച് പരീക്ഷ വെച്ച് ഗ്രാമർ പഠിച്ച് അങ്ങനെ ലാംഗ്വേജ് തഅല്ലും പഠിച്ചതാണ്. മറ്റേതൊക്കെ എന്താണ്? അക്വയർ ചെയ്തതാണ്. നമ്മളെ ഭാഷ, നമ്മളെ മലയാളം നമ്മൾ എന്താണ്? അക്വസിഷൻ ചെയ്യാണ്. നമ്മൾ ജനിക്കുന്ന മുതലേ നമ്മൾ ഇങ്ങനെ കേട്ട് നമ്മുടെ മനസ്സ് അതിനോട് അതിൻ്റെ അകത്ത് പിടിച്ചെടുത്ത് പഠിക്കുക, അതാണ് അക്വസിഷൻ. ഇക്തിസാബ് എന്ന് പറയുന്നത് അക്വസിഷൻ ആണ്. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് തഅല്ലുമാണ്, പഠനമാണ്. തഅല്ലുമുൽ ലുഗ, ലാംഗ്വേജ് ലേണിങ്ങും ലാംഗ്വേജ് അക്വസിഷനും രണ്ടും രണ്ടാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, അൽ കലിമത്തുൽ മുആദില LMS, LMSന് യോജിച്ച വാക്ക്. LMS എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഫുൾ ഫോം? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് LMS. അതിനോട് കറക്റ്റായി യോജിക്കുന്നത് ഏതായിരിക്കും? നിളാം ഇദാറത്തുൽ മദ്രസ എന്ന് പറയുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആണ്. നിളാം ഇദാറത്തു തഅല്ലും എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? തഅല്ലുമാണ്. നിളാം ഇദാറത്തു തഅലീമുണ്ട്, തഅല്ലുമുണ്ട്, നിളാം ഇദാറത്തുൽ ലുഗ ഉണ്ട്. ഏതാ വരിക? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വരുമ്പോൾ തഅല്ലുമാണ് ലേണിംഗ് കേട്ടോ, തഅല്ലുമാണ് പഠനം, തഅലീമാണ് പഠിപ്പിക്കുക, തഅല്ലും. അപ്പോ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, നിളാം ഇദാറത്തു തഅല്ലും, ലേണിംഗ് മാനേജ്മെന്റ്. അടുത്ത ചോദ്യം, ലൈസത്ത് മിൻ മുവാസഫാത്ത് അൽ കിതാബുൽ മദ്രസി. കിതാബുൽ മദ്രസി എന്ന് പറയുമ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ആണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഗുണത്തിൽ ലൈസത്ത് പെടാത്തതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മുറാഅത്തു ശക്ൽ വന ഉൽ വറക്ക്,
അതിന്റെ രൂപവും അതുപോലെ തന്നെ നൗഉൽ വറഖ് അതിന്റെ പേപ്പറിന്റെ ടൈപ്പുകളൊക്കെ, പേപ്പറിന്റെ ഇനമൊക്കെ. അൽ മുനാസബാലി അതുൽ ഹിസ്സ അതെന്താണ്, പീരീഡിനനുസരിച്ച് പീരീഡിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം. ലാസിമുൻ അൻ യകൂന മുതഅദ്ദിദുൽ അൽവാൻ, ഡിഫറെന്റ് കളേഴ്സ്, പല പല കളറുകൾ അതിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഇൽത്തിസാം ബിൽ മനഹജ്, നമ്മുടെ കരിക്കുലത്തെ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യുന്നതായിരിക്കണം. അപ്പോ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ പെടാത്തത് എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? ഏതാണ്? ലാസിമൻ അന്യക്കൂന മുതഅദ്ദിദുൽ അൽവാൻ, നിർബന്ധമായും അത് ഡിഫറെന്റ് കളേഴ്സിൽ മൾട്ടി കളേഴ്സിന്റെ അകത്ത് വരണം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പല പല കളറിൽ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ NCF-ന്റെ അകത്ത് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക്, പ്രൈമറി ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിർബന്ധമായും ഡിഫറെന്റ് കളേഴ്സ് ഉള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അത്രത്തോളം ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആൻസർ കീന്റെ അകത്ത് വന്നിട്ടുള്ളത് എന്തായാലും ലാസിമൻ അൻ യകൂന മുതഅദ്ദിദുൽ അൽവാൻ, വ്യത്യസ്തമായ കളേഴ്സ്, പല പല കളർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ആ ടെക്സ്റ്റ് ബുക്കിന് വേണ്ട ഗുണങ്ങളിൽ പെടാത്തതായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ലൈസ മിൻ അഖ്താബി തഅലീം റഈസിയ, പഠനത്തിന്റെ, ഈ പഠനം എന്ന് പറയുന്ന പഠിപ്പിക്കലിന്റെ മെയിൻ അഖ്താബ് പറഞ്ഞ അച്ചുതണ്ടാണ്. അച്ചുതണ്ടിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. മുഅല്ലിം എന്ന് പറയുമ്പോൾ അധ്യാപകനാണ്. മുതഅല്ലിം എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ്, വിദ്യാർത്ഥിയാണ്. മുഹ്തവ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് ആണ്. ഫസ്ൽ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂം ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് പഠനത്തിന്റെ അച്ചുതണ്ടിൽ പെടാത്തത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരിക? ടീച്ചർ വേണ്ടേ, മാഷ് വേണം, കുട്ടി വേണം, കണ്ടന്റ് വേണം. പിന്നെ ഇതില് അച്ചുതണ്ടല്ലാത്ത ഏതാണ്? ഫസ്റ്റിലാണ്. ക്ലാസ് റൂമിന്റെ അത്തന്നെ വേണമെന്നില്ല, വേറെ ഒന്നും നമുക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റിൽ ക്ലാസ് റൂം ആണ് പഠനത്തിന്റെ പ്രധാനപ്പെട്ട അച്ചുതണ്ടിൽ പെടാത്ത കാര്യം. അടുത്ത ചോദ്യം നോക്കൂ, മിമ്മ ലാ യസിഹു തഅല്ലും, പഠനവുമായിട്ട് യോജിക്കാത്തത്, ശരിയാവാത്തത് ഏതാണെന്നാണ് ചോദ്യം. പഠനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശരിയാവാത്ത കാര്യം ഏതാണ്? അത് അമലിയത്തുൻ തിൽഖായിയ, അതൊരു ഓട്ടോമാറ്റിക് ആയി നടക്കുന്ന ഒരു സംഗതിയാണ്. അമലിയത്തുൻ വാഇയ, നമ്മുടെ മൈൻഡ് അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആയി നടക്കുന്ന ഒരു പരിപാടിയാണ്. അമലിയത്തുൻ ഖസ്ദിയ, നമ്മൾ പ്രത്യേകം എയിം വെച്ചുകൊണ്ട്, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഹുസൂലു ലുഗത്തുൻ സാനിയ, സെക്കൻഡ് ലാംഗ്വേജ് കരസ്ഥമാക്കുക. ഇതിൻ്റെ അകത്ത് പഠനവുമായി ലാ യസിഹു ഏതാണ്? ലാ യസിഹു ശരിയാവാത്തത് ഏതായിരിക്കും വരിക? ഏതായിരിക്കും? യെസ്, ഡി പറയുന്ന ഒരുപാട് പേര് അല്ലെ. നോക്കൂ, എന്താണ് വരിക? നോക്ക്, എ ആണ് വരിക. കാരണം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠനം എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സ് കൊടുത്ത് നടത്തിയാലേ നടക്കുള്ളൂ. അത് അമല്യത്തിന് വായാണ്. ഒരു പ്രത്യേക സാധനം പഠിക്കണം എന്ന് വിചാരിച്ചൊരു ലക്ഷ്യം വെച്ച് പഠിച്ചാൽ തന്നെ പഠിയുള്ളൂ. അതും അതിന്റെ ഗുണമാണ്. നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ പഠിക്കന്നെ വേണം. പക്ഷേ അമലിയത്തുൻ തിൽഖായിയ, ഓട്ടോമാറ്റിക്കലി നടക്കുന്ന സാധനം എന്താണെന്നറിയോ? അത് തഅല്ലുമല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്തിസാബാണ്. നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ തിരിച്ചിങ്ങോട്ട് ചോദിച്ചതാണ്. ഇക്തിസാബാണ്, അത് ഓട്ടോമാറ്റിക്കലി നടക്കുകയാണ്. നമ്മൾ മലയാളം പഠിച്ചത് അമ്മ അറിയാണ്ട് പഠിച്ചില്ലേ? അത് ഓട്ടോമാറ്റിക്കലി നടന്നതാണ്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഇങ്ങനെ ഭാഷ പഠിച്ചെടുക്കലാണ് ഇക്തിസാബ്. അതാണ് ഓട്ടോമാറ്റിക്കായി നടക്കുന്ന സാധനം. പക്ഷെ പഠനം, ലേണിംഗ് അറിയുന്ന സാധനം നമ്മൾ മനസ്സിച്ച് തന്നെ പഠിക്കണം. അത് വായത്താണ്, ഖസ്ദിയത്താണ്, ലക്ഷ്യം വെച്ച് തന്നെ പഠിക്കണം. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക ചെയ്യണം, അല്ലാതെ അത് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കില്ല. അത് ഈ പറഞ്ഞ മൂന്നെണ്ണവും എന്തിന്റെയാണ്? പഠനത്തിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ അമലത്തുൻ തിൽഖായിയ എന്ന് പറഞ്ഞ സാധനം അത് ഇക്തിസാബുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിനിട്ട് കറക്റ്റ് ചോദിക്കുമല്ലോ, അപ്പോഴൊക്കെ നമുക്കത് പറയാൻ കിട്ടണം, നമുക്കത് അറിഞ്ഞിരിക്കണം. അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം, അൽ അഖ്താഉൽ ലുഗവിയ്യ അല്ലതി തൻതജു മിൻ അദ്മി തംയീസ് ബൈന തദ്കീർ വ തഅനീസ്. ഒരു കുട്ടിക്ക് മുദക്കർ മുഅന്നസ്, മാസ്കുലിനെയും ഫെമിനിനെയും വേർതിരിക്കാൻ അറിയുന്നില്ല, ആണും പെണ്ണും വേർതിരിക്കാൻ അറിയുന്നില്ല. അത് ഭാഷാ നിയമത്തിൽ എവിടെ പെട്ടതാണ്? ഏത് തെറ്റാണ് അവർ പറയുന്നത്? എന്താണ് ആ തെറ്റിന് പറയുന്ന പേരെന്താണ്? അഖ്താഉൽ ഇംലാഇയ്യ എന്ന് പറയുമ്പോൾ എഴുത്തിൽ വരുന്ന മിസ്റ്റേക്കിനാണ് അഖ്താഉൽ ഇംലാഇയ്യ എന്ന് പറയാം, റിട്ടേൺ മിസ്റ്റേക്ക്. ഇൻഷാഇയ്യ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാക്കി എഴുതാൻ കഴിവില്ലായിരിക്കാം, കണ്ടന്റിലുള്ള കഴിവില്ലാതിരിക്കാം. അഖ്താഉ സർഫിയ എന്ന് പറയുമ്പോൾ മോർഫോളജിക്കൽ ആയിട്ടുള്ള എറേഴ്സ്. അഖ്താഉൽ ജിൻസിയ എന്ന് പറയുമ്പോൾ അതില് ജെൻഡർ ബേസിലുള്ള എറേഴ്സ്. അപ്പൊ ഇതിൽ മുദക്കർ മുഅന്നസ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? അഖ്താഉ സർഫിയ.
പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇംല എന്ന് പറയുമ്പോൾ അക്ഷരത്തെറ്റിനാണ് ഇംല എന്ന് പറയാം. ഒരു സാധനത്തിനെ കുറിച്ച് ഒരു ഭാവനയില്ല, ഒന്നും എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഇൻഷായി ആയിട്ടുള്ള തെറ്റ് അറിയുന്നത്. അതിൽ വരെ തെറ്റാണ്. ജിൻസി അറിയുമ്പോൾ ശരിക്കും അത് ജെൻഡർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അത്ര യോജിച്ചൊരു ഓപ്ഷൻ അല്ല. അഖ്താവു സറഫിയ എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് മുദക്കർ മോനസിന്റെ തെറ്റുകളൊക്കെ വരുന്നത്. മുദക്കർ മോനസിന്റെ തെറ്റുകളൊക്കെ അറബിയിൽ സറഫി ആയിട്ടാണ്, അതായത് അഖ്താവു സറഫി ആയിട്ടാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനത്തെ പല കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇതിന്റെ അകത്ത് ഉണ്ടാവും. എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമ്മൾ പെടാൻ പാടില്ല. നമ്മളെ ലോജിക്ക് വെച്ചുകൊണ്ട് എഴുതുക. പരമാവധി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. എങ്കിൽ മാത്രമേ പെഡഗോജിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിനകത്ത് നിൽക്കുള്ളൂ. കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ നമ്മളിപ്പോ കാറ്റഗറി 4ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പറഞ്ഞത്. 30 ചോദ്യം നമ്മൾ ഓടി പോയതാണ്. അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും. ഇൻഷാ അള്ളാഹ് ബാക്കിയൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. വാഹുദാവ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.